എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റേഴ്സിലേക്ക് സ്വാഗതം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ വിഷുഫലം, സമ്പൂർണ്ണ വിഷുഫലം എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഏപ്രിൽ 2025 മുതൽ അടുത്ത 2026 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് പറയുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലത്തെ സമ്പൂർണ്ണ വിഷുഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Eight of Wands, King of Cups, Ten of Pentacles, Three of Pentacles, Five of Swords, Five of Cups. ആദ്യം തന്നെ 8 of Wands and 5 of Swords എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ അതിജീവനത്തിൻ്റെ ഒരു വർഷമായിരിക്കും. അതിനർത്ഥം നിങ്ങൾ ജീവിതത്തിൽ കുറച്ചധികം നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പലതും നേടുന്നുണ്ട്. പക്ഷേ ഇതൊന്നും എളുപ്പമായിട്ടുള്ള കാര്യമായിരിക്കില്ല. അപ്പോൾ ഇവിടെ എടുത്തു പറയാനുള്ള കാര്യം, പല സാഹചര്യങ്ങളാൽ ഉള്ള അലച്ചിലുകളും കാര്യങ്ങളും ഉണ്ടാകാം. പക്ഷേ അതൊക്കെ കണ്ട് തളർന്നിരുന്നാൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു ചിന്തയിലിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് നഷ്ടം നിങ്ങൾക്ക് തന്നെയായിരിക്കും. കാരണം കോമ്പറ്റീഷൻ ഉണ്ടാവും, ചുറ്റിനും തടസ്സങ്ങൾ ഉണ്ടാവും പലതരത്തിലുള്ള. ഇതിനെയൊക്കെ അതിജീവിക്കണം എന്നുള്ള, അല്ലെങ്കിൽ ജീവിക്കണം എന്നുള്ളൊരു ബോധ്യം, അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കണം എന്നുള്ളൊരു ധൈര്യം, തൻ്റെ ഇടം, അല്ലെങ്കിൽ ആ ഒരു ബോധം മനസ്സിലുണ്ടാവുകയും അതിനനുസരിച്ചിട്ട് ജീവിതം ഒരിക്കലും ലൈഫ് ഈസ് നോട്ട് ഫെയർ എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുക ആണോ എങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒത്തിരി സാധ്യതകളുള്ളൊരു വർഷമാണ്. കാരണം ഈ ഒരു വർഷം എന്ന് പറയുന്നത് പരീക്ഷണത്തിൻ്റെ സമയമാണ്. അതായത് നിങ്ങൾക്ക് മുമ്പിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ, ചാലഞ്ചസ് വരുന്നുണ്ട്. അതിനെ നിങ്ങൾ അതിജീവിക്കാതെ ഇതെനിക്ക് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് മടി പിടിച്ചിരിക്കാൻ പറ്റിയ വർഷം എന്തായാലും അല്ല. പണിയെടുക്കുകയാണ്, വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഫലം ലഭിക്കുന്ന ഒരു വർഷം എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം, ഫിയർ ഓഫ് ഫെയിലിയർ, തോൽക്കുന്നതിനോടുള്ള ഭയം, ഇതൊക്കെയാണ് നിങ്ങളുടെ എനർജി കൂടുതലായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എനർജി വലിച്ചെടുക്കുന്നത്, നെഗറ്റിവിറ്റി കാണിക്കുന്നത്. അപ്പോൾ ഈ ഭയമൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. മെഡിറ്റേഷൻ ചെയ്യാം. നിങ്ങളുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പുസ്തകങ്ങൾ വായിക്കാം, അത് കേൾക്കാം. അതുപോലെ ദൈവികമായിട്ടുള്ള രീതിയിൽ വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ മഹാദേവനെയാണ് ആരാധിക്കേണ്ടത്, ശിവനെ ആരാധിക്കുക. അതേപോലെ നിങ്ങൾ ബജ്രംഗ് ബലി, അതായത് ഹനുമാൻ സ്വാമി ആരാധിക്കുക, ഹനുമാൻ ചാലീസ വായിക്കുക. അത് ഒന്ന് കടമ്പകൾ കടക്കാൻ, എത്ര വലിയ കടമ്പയാണെങ്കിലും അതിനെ കടമ്പ കടക്കാൻ, ആ ഒരു തടസ്സത്തെ അതിജീവിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നു. അതേപോലെ തന്നെ എന്തിനും ഏതിനും ഒരു ക്ഷമയും, ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കാനുള്ളൊരു, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താനും അത് നേടിയെടുക്കാനും ഒക്കെ ഒരു സാധ്യതയുള്ള സമയമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചാൽ മാത്രമാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത്. അതേപോലെ കിങ് ഓഫ് കപ്സ് ആൻഡ് 3 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പം ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ നല്ലൊരു ഹയർ പൊസിഷനിൽ എത്തുന്ന സമയമാണ്. ആ ഒരു ഹയർ പൊസിഷനിൽ എത്തുന്നത് കൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി കടമ്പകൾ കടന്ന് ചലഞ്ചസിലൂടെ അതിജീവിച്ച് മുന്നേറുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു വലിയ പൊസിഷനില്ല. നിങ്ങൾ വലിയ പൊസിഷൻ, അതായത് CEO, മാനേജർ ലെവൽ, വളരെ ഹയർ പൊസിഷൻ. നിങ്ങളിപ്പോൾ ഏത് പൊസിഷനിലാണോ നിൽക്കുന്നത്, ഇപ്പോൾ എവിടെയാണോ നിൽക്കുന്നത്, അവിടെ നിന്ന് നോക്കുമ്പോൾ എത്രത്തോളം നിങ്ങൾ ഉയരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഓരോരുത്തരുടെ പൊസിഷൻ അനുസരിച്ചിട്ടാണ് ആ ഒരു ഇതിൻ്റെ ഓരോരുത്തരുടെ വ്യത്യാസം. ഒരു ക്ലറിക്കൽ പോസ്റ്റിൽ നിൽക്കുന്ന ആൾ മാനേജർ പൊസിഷൻ വലിയൊരു പൊസിഷനാണ്. അപ്പോൾ നിങ്ങൾ ഏത് പൊസിഷനിലാണോ അതിൽ നിന്ന് ഒത്തിരി ഉയരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സാമ്പത്തികമായിട്ടും. പക്ഷേ നിങ്ങൾ ഈ ഒരു ഒത്തിരി തടസ്സങ്ങളൊക്കെ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോയത് കൊണ്ട് തന്നെ ഇതിൻ്റെ പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് സപ്പോർട്ടീവായിരിക്കും. മാത്രമല്ല അഹം എന്നുള്ളൊരു ഭാവം കുറവായിരിക്കും. പൊതുവെ അഹങ്കാരം ഉള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ അങ്ങനെ പേര് കളിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും മറ്റുള്ളവരിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ചുറ്റുപാടിലുമുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾ മറ്റുള്ളവരോട് കുറച്ചുകൂടി സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു ഒരു സാധ്യത കൂടി. ഹയർ പൊസിഷനിൽ, ഒരു ലീഡർഷിപ്പ് പൊസിഷനിൽ എത്തുമ്പോഴും ഒരു നല്ലൊരു ഇമോഷണലി മറ്റുള്ളവരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ എല്ലാ കാര്യങ്ങളും നല്ല കെയർ എടുത്ത് നല്ലൊരു കാമായിട്ട് നിന്നിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത്. അതായത് അമിതമായിട്ട് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ അമിതമായിട്ട് പൊസിഷൻ ഉള്ളത് കൊണ്ട് നെഗറ്റീവ് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒന്നുമില്ല.
അതേപോലെ തന്നെ വളരെ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആണ്. അതായത് മറ്റുള്ളവർ പൊതുവെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ മുതലെടുക്കുന്ന ഒരു രീതിയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇമോഷണൽ മെച്യൂരിറ്റി വളരെ കൂടുതലായതുകൊണ്ട് മറ്റുള്ളവർക്ക് അങ്ങനെ എളുപ്പം മുതലെടുക്കാൻ പറ്റുന്നില്ല. അതായത് ഒരു പെർഫെക്റ്റ് ലീഡറായിട്ട് നിങ്ങൾ കാണുന്നത് നിങ്ങളെ മാനസികമായിട്ട് അതായത് തളർത്താനോ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ, മാനിപ്പുലേറ്റ് ചെയ്യാൻ, അതായത് പല രീതിയിലൂടെ കാര്യങ്ങൾ മുതലെടുക്കാനും ഒന്നും നിങ്ങളെ പറ്റുന്നില്ല. അതേസമയം തന്നെ വേണ്ട ആളുകളോട് അതായത് മനസ്സാക്ഷിയോട് കൂടിയിട്ട് പെരുമാറുന്ന സഹജീവികളോടുള്ള കാരുണ്യമൊക്കെ വേണ്ടെടുത്ത് കാണിക്കുന്നു. അതേസമയം തന്നെ അതിനർത്ഥം വളരെ സെൻസിറ്റീവായിട്ട് ആരെന്ത് പറഞ്ഞാലും കേൾക്കുന്നു എന്നുള്ള ആ ഒരു രീതിയിലൊന്നും തന്നെയല്ല. വളരെ വേണ്ടിടത്ത് മാത്രം നിങ്ങൾ ടോളറൻസ് കാണിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളുടെ. അതുകൊണ്ട് തന്നെ നല്ലൊരു ലീഡർഷിപ്പ് കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ ചുറ്റുപാടുമുള്ള ആളുകളായിട്ട് നല്ല സഹകരണമാണ്. പിന്നെ ബിസിനസ്സിലെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം വളരെ സാധ്യതയുള്ള സമയമാണ്. ഇതേപോലെ തന്നെ എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൂടെ വർക്ക് ചെയ്യുന്നവർ ഒരു ടീം വർക്കാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ തനിക്ക് മുകളിൽ പോകുന്നുണ്ടോ എന്നുള്ളൊരു ചിന്തയിൽ പോകാതെ അവർ പറയുന്നത് കമ്പനിയെ, ബിസിനസ്സിനെ എങ്ങനെ ആണ് സഹായിക്കുക എന്നുള്ളൊരു ചിന്തയിലേക്ക് മുമ്പോട്ടേക്ക് പോകാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് അത് സൂചിപ്പിക്കുന്ന ആ ഒരു എനർജി. അതേപോലെ തന്നെ ചാരിയറ്റ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ മുന്നേറുകയാണ് എന്നുള്ളൊരു ഫീലിംഗ് ആണ്. അപ്പോൾ അതും ചില ആളുകൾക്ക് ചിലപ്പോൾ അതായത് വാഹനം വാങ്ങിക്കുന്ന യോഗമായിരിക്കും അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാറ് മറ്റും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ പുതിയ കാറ് വാങ്ങിക്കാനുള്ളൊരു സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ. അതേപോലെ തന്നെ 10 of Pentacles and 5 of Swords എനർജിയാണ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. യാത്ര സൂചിപ്പിക്കുന്നു ഒന്ന്. ഈ ഒരു യാത്ര എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നിങ്ങളൊരു വിദേശ രാജ്യത്തേക്ക് മാറി ചേക്കേറി പാർക്കുന്നതാവാം, ഇമിഗ്രേറ്റ് ചെയ്ത് പോകുന്നതിൻ്റെ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഏതെങ്കിലും വിദേശ രാജ്യത്ത് താമസിക്കുന്നവരാണ് എങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ സിറ്റിസൺഷിപ്പ് കിട്ടുന്നോ അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിനുള്ളൊരു സാധ്യത സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഈ ഒരു വർഷം ഏറ്റവും ശ്രദ്ധിക്കാനുള്ള കാര്യം മുന്നിൽ വരുന്ന തടസ്സങ്ങൾ അത് ചലഞ്ചസ് ആയിട്ട് ഏറ്റെടുത്തിട്ട് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക, അല്ലാതെ തളർന്നു പോവാതിരിക്കുക. തളർന്നു പോയാൽ നിങ്ങൾക്ക് നല്ല അവസരങ്ങളാണ് ഈ ഒരു വർഷം വരുന്നത്. അപ്പോൾ തളർന്നു പോയാൽ ആ അവസരങ്ങളൊന്നും ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ളതിന് എനർജിയാണ്. അതേപോലെ തന്നെ ഈ ഒരു വർഷം വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വർഷമാണ്. ഈ ഒരു വർഷം വീട്ടമ്മമാരെ സംബന്ധിച്ച് നല്ലൊരു വർഷമാണ്. നിങ്ങളെ ഒരു പൊതുവിൽ പ്രത്യേകിച്ച് വീട്ടിലെ ജോലി ചെയ്യുന്ന കൊണ്ട് തന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വെറുതെ ഇരിക്കുകയാണ്, അങ്ങനെ ഒരു പേര് വീട്ടിൽ നിന്നും പുറത്തുള്ള ആൾക്കാരൊക്കെ അവർ പ്രത്യേകിച്ച് പണിയില്ലാത്ത ആ ഒരു ഇൻസൾട്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നവരെ സംബന്ധിച്ച് നിങ്ങളൊരു കൂട്ടായ്മയിലൂടെ ഒരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു സാധ്യതയിലേക്ക് ചെന്നെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ അവസരങ്ങൾ വരുമ്പോൾ അത് എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ മറ്റുള്ളവർ പറയണത് കേട്ടിട്ടോ അപ്പോഴത്തെ അല്ലെങ്കിൽ ചില ആളുകൾ ചെയ്യുന്ന അവരോടുള്ള ദേഷ്യത്തിന് എങ്ങും പോവാതിരിക്കുക അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ആ ഒരു രീതി അല്ലാതെ നിങ്ങൾക്ക് കഴിവുണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ പറ്റിയൊരു സമയമാണ്. അപ്പോൾ അതിനുള്ള അവസരം വരുമ്പോൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ആ ഒരു എനർജി. ചില ആളുകൾ ചിലപ്പോൾ വീട്ടിലത്തെ ചില കാര്യങ്ങൾ ചിന്തിച്ചിട്ട് പറ്റില്ല എന്ന് ചിന്തിക്കുന്നുണ്ട്. അവർ രണ്ടും കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളത് മാത്രമാണ് ഇവിടെ പറയാനുള്ളത്. അതേപോലെ കിങ് ഓഫ് കപ്സ് ആൻഡ് 5 of Cups എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ മുന്നോട്ടേക്ക് വരുന്ന വർഷം നിങ്ങൾ കുറച്ചധികം സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ ഒരു സെൻസിറ്റിവിറ്റിയൊക്കെ മാറി നിങ്ങൾ സ്ട്രോങ് ആവുകയാണ്. അതായത് തൊട്ടതിനും പിടിച്ചതിനും കരച്ചിലോ സങ്കടം ദേഷ്യം ഇതൊക്കെ മാറി നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആവുകയാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കാതെ ഇനി വരാൻ പോകുന്ന സന്തോഷത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇനി നിങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന പോസിറ്റിവിറ്റിയെ കുറിച്ചിട്ട് ചിന്തിക്കാനുള്ള സാധ്യതകൾ മുന്നോട്ടേക്ക് പോകുന്തോറും ഈ ഒരു വർഷം കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഈ ഒരു സംഘർഷങ്ങളൊക്കെ നല്ല രീതിയിൽ അതിജീവിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ യാത്രകൾ ഒത്തിരി ചെയ്യുന്ന വർഷമാണ്, എല്ലാ തരത്തിലുള്ള യാത്രകളും. ചില ആളുകൾ വിദേശത്തേക്ക് പോകുന്നതായിരിക്കും, മറ്റു ചിലർ അല്ലാതെയുള്ള യാത്രകൾ ചുറ്റുപാടിനും ഉള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നതും ഒക്കെ വിദേശ യാത്രയും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ,
ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.